നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത വെള്ളാപ്പള്ളി നടേശനെ വി.ഡി. സതീശൻ തന്റെ കാൽ ചുവട്ടിലാക്കി. ഒരിക്കൽ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനെ നോക്കി അഹങ്കാരത്തിന് കയ്യും കാലും വച്ചവൻ എന്ന് ആക്ഷേപിച്ച വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് ഇയാളുടെ അഹങ്കാരം. ഈഴവന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യാൻ സതീശൻ വളർന്നുവോ എന്നായിരുന്നു അന്ന് വെള്ളാപ്പള്ളിയുടെ ചോദ്യം. ഞങ്ങളുടെ സമുദായത്തെ ആക്ഷേപിച്ചയാളാണ് സതീശൻ. അഹങ്കാരിയാണ്, തറവാടിത്തമില്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെ പരസ്യമായി വിമർശിച്ചത് പലവട്ടം. സതീശൻ സ്വയം രാജാവാണ് എന്ന് കരുതി നടക്കുന്ന വ്യക്തിയാണ്. നിയമസഭ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഇഷ്ടം പോലെ ആക്രോശങ്ങളാണ് വി.ഡി. സതീശന് നേർക്ക് ചൊരിഞ്ഞത്. എന്നാൽ അതേ വെള്ളാപ്പള്ളി ഇക്കഴിഞ്ഞ ദിവസം പറയുന്നു സതീശൻ മിടുക്കനാണ്, തുടക്കം നന്നായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ വി.ഡി. സതീശനെ കാണാൻ അയച്ചിരുന്നു വെള്ളാപ്പള്ളി. സാക്ഷാൽ അച്ഛൻ വെള്ളാപ്പള്ളി എത്തുന്നു എന്ന് തുഷാർ വെള്ളാപ്പള്ളി അന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായ വി.ഡി. സതീശന് മുന്നിൽ ഇപ്പോൾ സാഷ്ടാംഗം വീഴുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അധികാരത്തിലെത്തിയ അന്ന് മുതൽ വി.ഡി. സതീശൻ തന്ത്രപരമായി നീങ്ങി. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അവരുടെ ആസ്ഥാനങ്ങളിൽ ചെന്ന് കാണേണ്ട എന്ന നിലപാടാണ് വി.ഡി. സതീശൻ കൈക്കൊണ്ടത്. ഇക്കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. അത് വെള്ളാപ്പള്ളിയെ ഞെട്ടിച്ചത് ചില്ലറയൊന്നുമല്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ നീക്കിയപ്പോൾ അന്ന് സഹർഷം സ്വാഗതം ചെയ്തിരുന്നു ശിവഗിരി മഠം. ശ്രീനാരായണീയ ഭക്തർക്കുള്ള വിശ്വാസ പ്രഖ്യാപനമെന്നാണ് ശിവഗിരി അതിനെ വിശേഷിപ്പിച്ചത്. അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം പോവുകയാണ്. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ദുരവസ്ഥ പോലുമുണ്ടായി. ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം നല്ലതാണ് എന്ന് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി എന്ന് പറഞ്ഞു. SNDP യോഗത്തെ മറ്റു സമുദായങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നിലപാടുകൾ SNDP ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനാൽ ഇത്തരമൊരു മാറ്റം അനിവാര്യമാണെന്നും കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് സ്വാമി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞ അതേ ശിവഗിരിയിലെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിറഞ്ഞ സ്വീകരണം ഏറ്റുവാങ്ങി. ഇതോടെ വെള്ളാപ്പള്ളിക്ക് കാര്യം മനസ്സിലായി. ശിവഗിരി മഠം വി.ഡി. സതീശന് ഇത്ര ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നത് തൻ്റെ സമുദായ അംഗങ്ങൾ നോക്കിക്കാണുകയാണ്. സമുദായത്തിനെതിരാണ് വി.ഡി. സതീശൻ എന്ന വെള്ളാപ്പള്ളിയുടെ വാദം ഇനി നിലനിൽക്കില്ല. മറുവശത്ത് ഈഴവ സമൂഹത്തിന് ശിവഗിരി മഠമാണ് വലുത്, വെള്ളാപ്പള്ളിയല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് വി.ഡി. സതീശൻ തൻ്റെ ശിവഗിരി സന്ദർശനത്തിലൂടെ ഈഴവ സമുദായ അംഗങ്ങൾക്ക് നൽകിയത്. ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും പവിത്രമായ ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ എല്ലാവിധ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നു. ഇതോടെ വെള്ളാപ്പള്ളിക്ക് ഹാലിളകി. ശിവഗിരി മഠം വി.ഡി. സതീശനെ ചേർത്ത് പിടിക്കുന്നു. മറുവശത്ത് കണിച്ചുകുളങ്ങരയിലെ തൻ്റെ വീട്ടിലിരിക്കുന്ന വെള്ളാപ്പള്ളിയെ ആകെ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരു പിണറായി മാത്രം. ആ പിണറായിക്കൊപ്പം കേരളത്തിലെ ജനങ്ങളുമില്ല, സമുദായ അംഗങ്ങളുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ ശിവഗിരി മഹാസമാധിയിൽ ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് വി.ഡി. സതീശൻ്റെ പ്രതികരണം: ഗുരു സ്വപ്നം കണ്ട കേരളമാണ് ഈ സർക്കാരിൻ്റെ മനസ്സിലുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയാണ് ഗുരുസമാധിയിൽ വെച്ച് താൻ പുതുക്കുന്നത് എന്ന് സതീശൻ പറഞ്ഞു. സൗമ്യമായ ഭാഷണം കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ പരിവർത്തനമുണ്ടാക്കിയ ഗുരുദേവന്റെ മഹാസമാധിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന, സോദരരെ പോലെ വാഴുന്ന ഒരു മാതൃക സ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ ഗുരുവിൻ്റെ ആദർശങ്ങളും ദർശനങ്ങളും തീർച്ചയായും നമ്മളെ എല്ലാവരെയും സഹായിക്കും. മഠത്തിലെ സ്വാമിമാരുടെ ഹൃദയം കവർന്നുകൊണ്ടാണ് വി.ഡി. സതീശൻ്റെ പ്രസംഗം. മഠം ഗസ്റ്റ് ഹൗസിലെത്തിയ മുഖ്യമന്ത്രിയെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ട്രഷറർ സ്വാമി ശാരദാനന്ദ, സ്വാമി ജ്ഞാനതീർത്ഥ, സ്വാമി വിശാലാനന്ദ, സ്വാമി സുരേശ്വരാനന്ദ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സ്വാമി സച്ചിദാനന്ദ വി.ഡി. സതീശനെ പൊന്നാടിയും അണിയിച്ചു. മഹാസമാധിയിലെത്തി മുഖ്യമന്ത്രി ഗുരുദേവ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. സ്വാമി സച്ചിദാനന്ദ പ്രസാദം നൽകി. മുൻ MLA വർക്കല കഹാർ അഡ്വക്കേറ്റ് K.P. അനിൽകുമാറൊക്കെ വി.ഡി. സതീശനൊപ്പം. ഇനിയാണ് ശിവഗിരി മഠത്തിലെ ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതോടെ വെള്ളാപ്പള്ളിയുടെ അകക്കാമ്പ് വെട്ടി.
ആദർശനിഷ്ഠമായ രാഷ്ട്രീയത്തിൻ്റെ നിറകുടമായാണ് വി ഡി സതീശനെ കേരളീയ ജനത കാണുന്നത് എന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അദ്ദേഹത്തിലൂടെ ഒരു വലിയ സദ്ഭരണമുണ്ടായി നമ്മുടെ നാടിന് സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് നമ്മുടെ ജനതയ്ക്കുള്ളത്. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദ ചിന്തകൾക്കതീതമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കാനും എല്ലാവിധ അനുഗ്രഹവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്നായിരുന്നു സച്ചിദാനന്ദയുടെ വാക്കുകൾ. ശിവഗിരി പടത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും വി ഡി സതീശന് നേരുന്നു. ഇതോടെ വെള്ളാപ്പള്ളിക്ക് കാര്യം മനസ്സിലായി. സമുദായം ഒന്നടങ്കം തൻ്റെ കൈവിട്ടു പോകുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സമുദായ അംഗങ്ങളെ കയ്യിലെടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്നെയാണ് ഏറ്റവും വലുത്. യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് കോട്ടം വരരുത്. മുൻപ് പിണറായി വിജയനെ ഒക്കത്തിരുത്തി വെള്ളാപ്പള്ളി ആവോളം ആസ്വദിച്ചിരുന്നു. ഇഷ്ടം പോലെ പോസ്റ്റിങ്ങുകൾ, അങ്ങനെ കൈനിറയെ പണം. വി ഡി സതീശൻ എല്ലാം ഒന്ന് മുറുക്ക പിടിക്കുമെന്ന് വെള്ളാപ്പള്ളിക്കറിയാം. തനിക്ക് പണിപാളുമെന്നും വെള്ളാപ്പള്ളി മനസ്സിലാക്കി. ഇതോടെ നിന്ന നിൽപ്പിൽ മലക്കം മറിയുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ്റെ തുടക്കം നന്നായി എന്നങ്ങ് പറഞ്ഞു വെച്ചു. അദ്ദേഹം മിടുക്കനാണ്. സതീശൻ്റെ അഭിപ്രായത്തോട് യോജിപ്പും വിയോജിപ്പുമൊക്കെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും ശക്തമായി എതിർത്തിട്ടുണ്ട്. കെ സുധാകരനെ എതിർത്തപ്പോഴാണ് താൻ ഇദ്ദേഹത്തെ എതിർത്തത് എന്നാണിപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിശദീകരണം. എനിക്ക് സുധാകരനെ ഇഷ്ടമാണ്, പക്ഷെ സതീശൻ മിടുക്കനുമാണ്. മിടുക്കനല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഒക്കത്തില്ലല്ലോ. ഓരോരുത്തരുടെ മിടുക്കിനെ നമ്മൾ അംഗീകരിക്കണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ഞാനെന്നല്ല, കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കണം. ഇനി വെള്ളാപ്പള്ളി അംഗീകരിച്ചില്ലെങ്കിലും ഒന്നുമില്ല എന്ന മട്ടിലാണ് വി ഡി സതീശൻ്റെ വാക്കും പ്രവൃത്തിയുമൊക്കെ. പിന്നെ അംഗീകരിക്കാതിരുന്നിട്ട് എന്ത് കാര്യം? ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സ് എനിക്കുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇനി അങ്ങനൊരു മനസ്സില്ലെങ്കിലും വി ഡി സതീശന് എന്ത് സംഭവിക്കും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ UDF തോറ്റമ്പുമെന്നും പിണറായി വിജയൻ 3ാം വട്ടവും കേരളം ഭരിക്കുമെന്നും പ്രഖ്യാപിച്ച മഹാവ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി. ഒടുവിൽ തോറ്റമ്പി സതീശന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന വിചിത്ര കാഴ്ച. മന്ത്രിസഭയിലെ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് ചില പത്രലേഖകർ വെള്ളാപ്പള്ളിയോട് ചോദിച്ചപ്പോൾ അതിലും തികഞ്ഞ സംതൃപ്തി. മുൻപ് കോൺഗ്രസ് മന്ത്രിസഭയിൽ ഒരു ബാബു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 പേരില്ലേ? മുമ്പൊക്കെ വെള്ളാപ്പള്ളിയോടൊക്കെ ചോദിച്ചായിരുന്നു ഏത് ഈഴവ മന്ത്രിയെ നിയോഗിക്കുമെന്നൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. കാലം മാറി. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് കറിവേപ്പിൻ്റെ വില പോലുമില്ല. വി ഡി സതീശനെ പുകഴ്ത്തുക മാത്രമല്ല, CPMനെ എടുത്ത് പടുകിണറ്റിലിടുകയും ചെയ്യുന്നു വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ ഈ മസാല എങ്ങനെ വേകും? തന്നെ ബലിയാടാക്കി രക്ഷപ്പെടാമെങ്കിൽ CPM രക്ഷപ്പെടട്ടെ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കേരളം നിന്നു കുലുങ്ങിയപ്പോൾ ഇടതുപക്ഷത്തിന് താങ്ങായി തണലായി പിന്തുണ നൽകിയത് താനായിരുന്നു എന്നോർക്കണം. തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ LDFന് തിരിച്ചടിയായെന്നും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത് കുറഞ്ഞുപോയി എന്നുമുള്ള വിലയിരുത്തലാണ് CPM നേരത്തെ നടത്തിയത്. ഇതിനുശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് CPMന് തന്നെ ബലിയാടാക്കി രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ തട്ടിവിടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന് സമമാവില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്. P ശശി സർക്കാരിൻ്റെ അന്തകനായി മാറി. പിണറായി വിജയനെ തിരുത്താൻ ആരും തയ്യാറായില്ല. പിണറായിക്ക് തുല്യമായി പാർട്ടിയിൽ മറ്റാരെയും ചൂണ്ടിക്കാട്ടാനാവില്ല എന്നൊക്കെ വെള്ളാപ്പള്ളി കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞതൊരു സാമൂഹിക സത്യമാണ്. ഞാൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അതല്ലാതെ മുസ്ലിം സമുദായത്തെയല്ല. ഭരണം വരുമ്പോൾ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ലീഗിന് ഞങ്ങളോട് പിന്നെ കണ്ട ഭാവമില്ല. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കൊരു കുടിപ്പള്ളിക്കൂടം പോലും തന്നില്ല. അവർ വർഗീയ പാർട്ടി തന്നെയാണ്. കോളേജ് അനുവദിച്ചു കൊടുത്തു, സ്കൂൾ അനുവദിച്ചു കൊടുത്തു, +2 കൊടുത്തു. ഞങ്ങൾക്ക് എന്ത് തന്നു? ഞങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? +2-ൽ ഞങ്ങളുടെ 6000 കുട്ടികളല്ലേ ഔട്ടായി പോയത്? അവർക്ക് സംഘടിത പണമുണ്ട്. ഇത് വെച്ചുകൊണ്ട് മീഡിയ വരെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. രാഷ്ട്രീയമായി അവരെ എതിർക്കുന്നവരെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ചില വാദങ്ങളിലൊക്കെ കേരളത്തിൽ വലിയ പിന്തുണ കിട്ടിയിരുന്നു. എന്നാൽ വി ഡി സതീശനെ മുച്ചൂടും എതിർത്ത് അങ്ങ് വെള്ളാപ്പള്ളി ഒറ്റപ്പെട്ടു പോയി. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരെ ഇങ്ങനെ വാക്കുകൊണ്ട് ആക്രമിക്കുമ്പോൾ പേടിച്ച് വെള്ളാപ്പള്ളിയുടെ മടയിലെത്തി കാലിൽ വീഴുന്ന നേതാക്കളെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഭിന്നമാണ് വി ഡി സതീശൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ
CPMന് വെള്ളാപ്പള്ളി അനഭിമിതനാകുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും വെള്ളാപ്പള്ളിക്ക് ഉത്തരമുണ്ട്. കാരണം ഒന്ന് മാത്രം, അവർ തോറ്റുപോയി. അവർക്കൊരു കാരണം കണ്ടുപിടിക്കേണ്ടേ തോറ്റതിൽ. നിങ്ങൾ നോക്കണം, ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭമാണല്ലോ ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഗംഭീരമായി ജയിച്ചില്ലേ? അന്ന് എന്നെ കൊള്ളാമായിരുന്നല്ലോ. ഇപ്പോൾ തോറ്റപ്പോൾ കൊള്ളാതെ വരുമ്പോൾ എൻ്റെ കുറ്റം. പരാജയത്തിൻ്റെ സത്യസന്ധമായ കാരണം എന്താണ് എന്ന് അവർ സ്വന്തമായി ചിന്തിക്കട്ടെ. പല കാരണങ്ങളുണ്ട്. CPMൻ്റെ തോൽവിയിൽ ആശാവർക്കർമാരുടെ സമരവും P ശശിയുടെ ധാർഷ്ട്യവുമൊക്കെ വെള്ളാപ്പള്ളി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പിണറായി വിജയനെ കുറ്റം പറയാൻ ഇപ്പോഴും വെള്ളാപ്പള്ളിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പിണറായി ആണല്ലോ എല്ലാവരും കുറ്റം പറയുന്നത്. പിണറായി കുറ്റം പറയുന്ന ആളുകളെല്ലാം തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷമല്ലേ അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? പിണറായിയെ തിരുത്താൻ ഇവരാരും എന്തേ അന്ന് ഒന്നും പറയാത്തത്? ഇപ്പോൾ ഇതുവരെ അദ്ദേഹത്തെ മഹാൻ എന്ന് പറഞ്ഞ് പുണ്യവാളനാക്കി. ഭരണത്തിൻ്റെ സകല സുഖങ്ങളും അനുഭവിച്ച ആളുകളാണ് ഇപ്പോൾ എതിരായിരിക്കുന്നത്. പാർട്ടി തന്നെ തകർന്ന് തരിപ്പണമായി നിന്ന കാലഘട്ടത്തിൽ ഒന്നിച്ചു നിർത്തിയ കരുത്തനായ അഡ്മിനിസ്ട്രേറ്ററാണ് പിണറായി വിജയൻ എന്ന് വെള്ളാപ്പള്ളി ഇപ്പോഴും പറയുന്നു. ഭരണകർത്താവാണ്. സത്യം പോലെ നമ്മൾ പറയണ്ടേ. ദൈവമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ചില കുറ്റങ്ങളൊക്കെ കാണാം. പാർട്ടിയെ ഒന്നായി ചലിപ്പിക്കാൻ പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. പിണറായി പോട്ടെ, പക്ഷെ പിണറായിക്ക് പകരമായി ഒരു നേതൃത്വത്തെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരിയിൽ സന്ദർശനം നടത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്ലാനിൻ്റെ ഭാഗം. താൻ ഈഴവ സമുദായത്തിനെതിരാണ് എന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകളെ അദ്ദേഹത്തിന് ഇല്ലാതാക്കണമായിരുന്നു. ശിവഗിരിയും കണിച്ചുകുളങ്ങരയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് എന്ന് സമുദായ അംഗങ്ങൾക്ക് VD സതീശൻ തൻ്റെ സന്ദർശനത്തിലൂടെ കൃത്യമായ മറുപടി കൊടുത്തു. അല്ലെങ്കിൽ തന്നെ ഈ വെള്ളാപ്പള്ളി ഒരു കാലത്തും കോൺഗ്രസിനെ അനുകൂലിക്കുന്നയാളല്ല എന്നതാണ് VD സതീശൻ്റെ പൊതു നിലപാട്. പിന്നെ എന്തിന് കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ തിണ്ണ നിരങ്ങണം? സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും കാണാൻ അവരുടെ ഇരിപ്പിടത്തിന് മുന്നിൽ ചെന്ന് തൊഴുതു നിൽക്കാൻ തന്നെ കിട്ടില്ല എന്ന നിലപാടാണ് ഭരണത്തിലേറിയതിന് ശേഷവും അതിനു മുൻപും VD സതീശൻ എടുത്തിരിക്കുന്നത്. ശിവഗിരിയെ കൂടെ കൂട്ടി വെള്ളാപ്പള്ളിയെ തന്നെ തകർക്കും എന്ന നിലപാട് മുഖ്യമന്ത്രി VD സതീശൻ എടുക്കുമ്പോൾ കാലിൽ വീഴുകയല്ലാതെ വെള്ളാപ്പള്ളിക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇത് തന്നെയല്ലേ ഒരു മാസ് മൂവ്? രാഷ്ട്രീയത്തിൻ്റെ നിറകുടമായിട്ടാണ് ശ്രീ VD സതീശനെ കേരളീയ ജനത കാണുന്നത്. അദ്ദേഹത്തിലൂടെ ഒരു വലിയ സദ്ഭരണം ഇവിടെ ഉണ്ടായി നമ്മുടെ രാജ്യത്തിന് സമഗ്രമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജനതയ്ക്കുള്ളത്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനും ഒരു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കുവാനും എല്ലാവിധമായ അനുഗ്രഹവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശിവഗിരി മഠത്തിൻ്റെ എല്ലാവിധമായ മംഗളാശംസകളും അദ്ദേഹത്തിന് അർപ്പിച്ചുകൊള്ളു. ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ശിവഗിരിയിലെത്തുന്നത്. കേരളത്തിൽ സൗമ്യമായ ഭാഷണം കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം പരിവർത്തനമുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന, സോദരരെ പോലെ ഒരുമിച്ച് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ ഗുരുവിൻ്റെ ആദർശങ്ങൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ തീർച്ചയായും നമ്മളെ എല്ലാവരെയും സഹായിക്കും. ഗുരു സ്വപ്നം കണ്ട ഒരു കേരളമാണ് ഈ സർക്കാരിൻ്റെയും മനസ്സിലുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഗുരു സമാധിയിൽ വെച്ച് ഞാനിവിടെ പുതുക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ശിവഗിരി എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പവിത്രമായി മാറിയ ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും.